വലിയ അനുഗ്രഹമായി വിടുതലായി ചെയ്യുവാണ്ട് പ്രത്യേകിച്ച് സാക്ഷ്യം പറയുമ്പോൾ നടത്തിയ വിധങ്ങൾ പറയുവാൻ ദൈവം ബലപ്പെടുത്തുവാണ്ടയാകട്ടെ. അത് ദൈവനാമ മഹത്തിന് കാരണമായിട്ടുള്ള ഒരു സാക്ഷികളെ ഉളവാക്കുന്ന വചനപ്രകാരം കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ചെയ്ത നന്മകളൊക്കെ എഴുന്നേറ്റ് പറയുവാൻ ഇടയാകുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബലമായി തീരുമാനത്തിന് ഒന്ന് വിശ്വാസം വർദ്ധിപ്പിക്കുവാനൊക്കെ ദൈവം മുഖാന്തരമായി തീരുമല്ലോ. പിന്നെ ദിവസങ്ങളിലേക്ക് അടുത്തു വരാൻ നിങ്ങൾ വായിച്ചതായ സങ്കീർത്തനത്തിൻ്റെതായ 1-2 വാക്യങ്ങൾ വായിക്കാം. യഹോവയെ ചെവിചായിക്കണമേ, എനിക്ക് ഉത്തരമല്ലണമേ. ഞാൻ ഇളയവന് ദരിദ്രനുമാകുന്നു, എന്റെ പ്രാണനെ കാക്കണമേ. ഞാൻ നിന്റെ ഭക്തനാകുന്നു. ഇവിടെയെല്ലാം ദാവീദിന്റെ ഒരു പ്രാർത്ഥന എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലേക്കും താഴോട്ടൊക്കെ വരുവാനാകുമ്പോൾ അവൻ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സൂക്ഷിപ്പും ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചും ഒക്കെ അവിടെ പറയുവാനായിരുന്നു. ദൈവം നമ്മോട് അവൻ നിലവിളിക്കുക അതുകൊണ്ട് യഹോവയെ ചെവി ചായ്ക്കണം, എനിക്ക് ഉത്തരമല്ലണമേ. അതുപോലെ ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു, നിന്റെ പ്രാണനെ കാക്കണമേ. ഞാൻ നിന്റെ ഭക്തനാകുന്നു, എന്റെ ദൈവമേ നിന്നെ ആശ്രയിക്കുന്നത് നിന്നെ രക്ഷിക്കണമേ. അപ്പൊ ഇവിടെയൊക്കെ ദാവീദ് പറയുവാൻ കഴിയുന്നത് ഞാൻ ദൈവത്തിന്റെ ഭക്തനാകുന്നു. അവൻ ദൈവത്തിന്റെ ഭക്തനായതുകൊണ്ട് ദൈവത്തിന്റെ മകനായി ഇരിക്കുന്നത് കൊണ്ട് എന്നെ രക്ഷിക്കുവാൻ ലോകത്തിന് കഴിയത്തില്ല, എന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയത്തുള്ളൂ? കർത്താവിനെ കഴിയത്തുള്ളൂ. ആ ഒരു ബന്ധമാണ് ദൈവമായിട്ടുള്ള ഒരു ബന്ധം. അവൻ ജീവിതത്തിൽ ദാവീദിന്റെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കിയാൽ പലയിടങ്ങളിലും പാപമുള്ളതായ മണ്ഡലങ്ങളിൽ വീട് പോയിട്ടുള്ള പ്രവാചകന്മാർ പറഞ്ഞ തന്റെ കുറവുകളെ പറയുവാനിടയാകുമ്പോൾ വെളിപ്പെടുത്തി തരുവാനിടയാകുമ്പോൾ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവപാദനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവസംഘം മുട്ടുമടക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ആ ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുവാനിടയായത്. ഇന്ന് പലക്കാലം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിലെ കുറവുകളെ അത് ദൈവം കാണിച്ചു തരുവാനിടയാകുമ്പോൾ, അത് ചൂണ്ടിക്കാണിച്ചു തരുവാനിടയാകുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ വചനം വായിക്കുമ്പോഴായിരിക്കാം, പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോഴായിരിക്കാം, അവ ഏത് സമയത്തായിരുന്നാലും പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കുവാനിടയാകുമ്പോൾ അതിനു മുമ്പാകെ ആ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊണ്ടുവന്ന് കർത്താവ് ജീവിതത്തിലെ കുറവുകൾ സംഭവിച്ചു പോയി എന്തിനു വേണ്ടിയാ അവൻ നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുവാനെയാണ്. ഈ വചനം പറയുന്നത് ഭാവികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന വചനം പറയുമ്പോൾ അമ്മയെ അതിർത്തി നമ്മുടെ ഹൃദയത്തിനകത്ത് കരുതിയിട്ടുണ്ടെങ്കിൽ പാപത്തിന് മന്ത്രങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുവാനിടയാകത്തില്ല. ഒന്നാമതായിട്ട് നമ്മൾ ഒരു ശുദ്ധീകരണം പ്രാപിച്ചിട്ട് അവൻ ദൈവമേ കർത്താവെ ആ ശുദ്ധി എല്ലാ ഹൃദയത്തിന്റെ അകത്തുനിന്നും നീങ്ങുവാനായിട്ട് കർത്താവെ അന്ന് പ്രസാദിക്കുന്ന ഒരു യാഗം അർപ്പിക്കുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം പകരുവാനാണ്. അതെ ആ ദൈവത്തിന്റെ ഭക്തൻ പറയുന്നത് ഞാൻ നിന്റെ ഭക്തനാകുന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകുന്നു. ഞാൻ നിന്റെ മകനാണ്, മകളാണെന്ന് കർത്താവ് ആരെയാ മകളെന്നും മകനും വിളിക്കുന്നത്? കർത്താവ് പറയുന്നു അമ്മ എന്റെ അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾ എനിക്ക് പുത്രനും പുത്രിമാരുമായി തീരുമെന്ന് വചനം പറയുമ്പോൾ കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അശുദ്ധമായതൊന്നും തുടരുതെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ ഇത് വലിക്കാലം നമ്മൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി എന്താ? നമ്മളൊരു പുത്രനോ അല്ലെ മകനോ മകളോ ആയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞ ക്വാളിറ്റി അശുദ്ധമായതൊന്നും തുടരുത്. ലോകത്തിലേക്ക് ഇറങ്ങരുത്, ലോകത്തിന്റെ ചിന്തകൾക്ക് അനുസരിച്ച് യാത്ര ചെയ്യുവാനിടയാകരുത്, വിശുദ്ധ ജീവിതം നയിപ്പാനിടയായിത്തീർന്നാൽ നമുക്കെന്ത് ചെയ്യത്തില്ല? ഒരു ഭക്തനായി ജീവിപ്പാനിടയായിത്തീരും, ഒരു മകനായി ജീവിപ്പാൻ, ഒരു മകളായി ജീവിപ്പാനിടയായിത്തീരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രാഗൽഭ്യത്തോടെ ദിവസത്തിലേക്ക് നടത്തു വന്നിട്ട് പറയുവാൻ കഴിയത്തുള്ള നിന്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിന്റെ ഭക്തനാകുന്നു. നമ്മുടെ ജീവനെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ സമസ്ത മേഖലകളെയും ഒക്കെ നീ കരുതുന്ന, സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് നടത്തു വന്ന് ഒരു പ്രാഗൽഭ്യത്തോട് പറയുവാൻ കഴിയുമോ? ഈ ദിവസം കർത്താവേ എന്നെ സൂക്ഷിച്ചത്, എന്നെ പരിപാലിച്ചത് ദൈവമാണെന്ന് പറയുവാൻ ഒരു പ്രവർത്തനം നൽകുവാൻ ആ ഒരു പ്രാർത്ഥന വിഷയം ദൈവത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയത്തില്ല. കർത്താവ് എന്നോട് കൃപയുണ്ടാകണം, ഇടപെടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, അതിന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവയെ എന്നിലേക്ക് ഞാൻ എൻ്റെ ഉള്ള ഉയർത്തുന്നു എന്ന് പറയും. കാരണം നമ്മുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കുവാൻ പോകുന്നത് ആരായിരിക്കണം? യഹോവയായി തീരണം. ഈ ലോകത്തിലെ ഒന്നുമല്ല നമ്മുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണം. എന്ത് സന്തോഷിക്കുവാനിടയായിത്തീരണം? യഹോവയിലേക്ക് അടുത്ത് വന്ന് ദൈവത്തിന്റെ പാദത്തിൽ മുട്ടുമടക്കുവാനിടയാകുമ്പോൾ നമ്മുടെ ഉള്ളത്തെ ദൈവം സന്തോഷിപ്പിക്കുവാനിടയായിത്തീരും. ആ അനുഭവത്തിലേക്കാണ് ദിനങ്ങൾ നമ്മൾ നടത്തുവാനിടയാകണം. ആ അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കേണ്ടത്, ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തപ്പെടുവാനിടയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുവാനിടയാകുമോ? കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയാകുമ്പോൾ സന്തോഷമാണോ അനുഭവിക്കുവാനിടയാകുന്നത്? വചനം ധ്യാനിപ്പാനിടയാകുമ്പോൾ സന്തോഷമാണോ അനുഭവിക്കുവാനിടയാകുന്നത്? അതോ മടുപ്പാണോ അനുഭവിക്കുന്നത്? നമ്മളെ ശോധന ചെയ്യുവാനിടയാണ്. ദൈവസ്ഥലത്തിൽ ചെലവഴിക്കുന്നത് എനിക്ക് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുവാൻ കഴിയുമോ? കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുവാനിടയാകുമോ? ആ സന്തോഷം അനുഭവിച്ചറിയുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയാകട്ടെ. വാക്യങ്ങളിലേക്ക് കടന്നു വരാൻ 10-11 വാക്യങ്ങൾ വായിക്കും. നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനല്ലോ, നീ മാത്രം ദൈവമാകുന്നു. യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും.
നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. ഇവിടെ കർത്താവ് അവൻ ദാസൻ പറഞ്ഞിരിക്കുന്നത്, നീ വലിയൊരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, നീ മാത്രം ദൈവമാകുന്നു. വളരെ അടിവരയിട്ട് അവിടെ പറയുന്നു, നീ മാത്രം ദൈവമാകുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. നീ മാത്രമല്ല വലിയവനും അത്ഭുതം. അതിന് മേലേക്ക് പരിപാടിയാകും പറഞ്ഞ സകല ജാതികളും ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുവാനിടയായിത്തീരും. സകല ഭൂലോകരും സകല മുട്ടും മടങ്ങുവാനിടയായിത്തീരും. കർത്താവെ ഉയർത്തുവാൻ വേഗത നിലങ്ങളിൽ അവ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങൾക്ക് നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയണം. അവ ഇന്ന് ദിവസം നാം മുറുകെ പിടിച്ചിരിക്കുന്നതായ നാം വന്നിരിക്കുന്നതായ ആ കർത്താവിനെ ദാവീദ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ പറയുന്നത്, നീ മാത്രം ദൈവമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ വരിക്കാലം നമുക്കൊരു ഉറപ്പുണ്ടാകും, ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ സേവിക്കുന്ന അവ ദൈവമല്ലാതെ വേറൊരുത്തിലൂടെ രക്ഷയില്ല. വേറൊരുത്തിലും ഒരു അമികതായ ആശ്വാസം ലഭിക്കത്തില്ല. ആശ്വാസവും സൗഖ്യവും രോഗം എഴുതലും എല്ലാം ലഭിക്കുന്നതോ അത്ഭുതം പ്രവർത്തിക്കുന്ന വീരനും മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. മാത്രമാണ് നീ വലിയൊരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ നീ മാത്രം ദൈവമാകുന്നു. അതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും വലിയ പ്രവർത്തികളും നടക്കണമോ അതിന്റെ കാലം ആ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ ഒന്ന് തിരിച്ചറിയുവാൻ ദൈവം നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ ഹൃദയത്തെ ഏകാഗ്രഹമാക്കണം. അത് രണ്ട് ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വാക്യം. 2 Samuel chapter 7 verse 18 to 22. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വാക്യം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞെന്താണ്, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാണ്, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദിനി നിന്നോട് എന്ത് പറയുന്നു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചനനിമിത്തവും നിന്റെ പ്രസാദപ്രകാരവും അല്ലോ നീ ഈ വൻകാര്യം ഒക്കെയും ചെയ്തു അടിയനെ അറിയിച്ചിരിക്കുന്നു. ഇവിടെ കർത്താവിന് നാഥൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിന്റെ മകനെ കൊണ്ട് ദൈവത്തിന്റെ ആലയം പണിയുമെന്നും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുവാനിടയാകുമ്പോൾ അവിടെ അവൻ അതൊക്കെ കേട്ടിട്ട് അപ്പോൾ ദാവീദ് എന്ത് ചെയ്യാം, അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്താണ്, കർത്താവേ യഹോവേ, നീ എന്നെ യുദ്ധത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എൻ്റെ ഗൃഹം എന്തുള്ളൂ. കർത്താവേ യഹോവേ, ഇത് പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്ന കർത്താവായ നീ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യരുടെ ഉപദേശമല്ലോ. ദിവസങ്ങൾ പരിശുദ്ധാത്മ നമ്മൾ എന്ത് ചെയ്യുക, വരുവാനുള്ള കാര്യങ്ങൾ നമ്മെ അറിയിക്കുവാൻ. ദാവീദിനെ കുറിച്ച് നോക്കുവാൻ ഇടയായിട്ടുമ്പോൾ വനാന്തരങ്ങളിലേക്ക് കിടന്നിരുന്ന ദാവീദിനെ അവൻ അപ്പനും അമ്മയും ഒക്കെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അവനെ കൊണ്ടൊന്നും കഴിയത്തില്ല, അവനെ ആട് മേയ്ക്കുവാനേ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞ് വനാന്തരയിലേക്ക് അയച്ചപ്പോൾ എന്നാൽ ദൈവം പൊക്കമോ ഉയരമോ മനുഷ്യർക്ക് കണ്ണിന് കാണുന്ന രീതിയിൽ ഒന്നുമല്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്യുവാനിടയാകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ്. അപ്പൊ ഇന്ന് ആ ദാവീദ് പറയുക, ഞാൻ എന്നെ യുദ്ധത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. ഇന്ന് പലക്കാലം കർത്താവിന്റെ സന്നിധി ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയുന്നത് അതേ ഉള്ളൂ. ഇത്രത്തോളം നമ്മളെ കരുതുവാനും ഇത്രത്തോളം നമ്മളെ സൂക്ഷിക്കുവാനും നമ്മൾ എത്രത്തോളം ഉണ്ട്, നമ്മൾ ഒന്നുമില്ല. നമ്മുടെ പ്രവൃത്തികളല്ല, പുണ്യപ്രവൃത്തികളല്ല, നമ്മുടേതായ പ്രാർത്ഥനകളുടെ കൂടുതലല്ല. അവ യഹോവയുടെ മഹാദയയും മഹാകരുണയും മാത്രമാകുന്നു നമ്മളെ യുദ്ധത്തോളം കൊണ്ടുവന്ന് ദൈവം നിർത്തിയതെങ്കിൽ അപ്പൊ ദിവസങ്ങളിൽ ദൈവത്തിനെ കൊടുക്കണം, മകത്ത് കൊടുക്കുവാണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിട്ട് ദൈവപാദത്തിൽ ഇരുന്ന് പറയുന്ന അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. നാഥൻ പ്രവാചകൻ അവിടെ പറയുമ്പോൾ തന്നെ അവിടെ വന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുവാനിടയാകുമ്പോഴും ദാവീദ് അകത്ത് ചെന്നിട്ട് ദൈവസ്ഥലം മുട്ടും മുടക്കുന്ന ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പറയുന്ന അനുഭവമാണ്. ദിവസം പരിശുദ്ധ അതിന്റെ സന്നിധി നമ്മുടെ അടുത്ത് വരുവാനിടയാകുമ്പോൾ ഇതുപോലെ ദൈവത്തിന് ആ ഹൃദയപ്രകാരം ദൈവത്തിന് ആ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ ശക്തിയോ ഒന്നുമല്ല, എല്ലാത്തിനും കാരണമായിട്ടിരുന്നു തമ്പരം മാത്രമേ. ഇത്രത്തോളം അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദൈവം ഇനി
അവൻ നമ്മുടെ തലമുറകളെ കൊണ്ട് ചെയ്യുവാനുള്ളതായ പദ്ധതികളെ പോലും നീ തമ്പുരാൻ വെളിപ്പെടുത്തി തരുവാൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ആമേ ആ ദയയും കരുണയും ആമേ അവരുടെ വാക്കുകളൊക്കെ പറയുന്നത് നീ യഹോവയുടെ ദയയും യഹോവയുടെ കരുണയൊക്കെ നീ ഇറങ്ങുന്നത് അവിടെ കാണുവാനേത്തില്ല. അവൻ ശൗലിനെ നീക്കി മാറ്റിയതുപോലെ അവൻ നിന്റെ തലമുറയെ മാറ്റുവാൻ്റെ കാര്യത്തിൽ അവൻ പാപം ചെയ്താലും അകത്തും ചെയ്താലും കഥാവെ മനുഷ്യരെ കൊണ്ട് ചിലപ്പോൾ അടിപ്പിക്കുമായിരിക്കും, ദൂതന്മാരെ കൊണ്ട് അടിപ്പിക്കുമായിരിക്കും. പക്ഷെ എന്നാൽ അവൻ ദൈവത്തിന്റെ ദയ വിട്ടു മാറത്തില്ലെന്ന് അവിടെ വചനം പറയുമ്പോൾ അവൻ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഭക്തരായി മനുഷ്യൻ ദൈവത്തിന്റെ സ്ഥലത്ത് നിൽക്കുവാടയായി ചെയ്യുവാടയാകുമ്പോൾ അവൻ ദൈവത്തിന്റെ വലിയ കരം ഇറങ്ങുവാടയായി അവൻ നമ്മളോട് ഓർത്ത് നമ്മുടെ തലമുറകളോട് ദൈവത്തിന്റെ കരുണ ഉണ്ടാകും, ദയ ഉണ്ടാകുവാൻ്റെ 1000 തലമുറ വരെ ആ ദൈവത്തിന്റെ യഹോവയുടെ ദയ അവൻ ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിൽ അവൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നെ ചൊല്ലി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുകയും എന്ന് അവൻ കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ ജനങ്ങൾ പരിശുദ്ധാത്മാവ് അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ തലമുറകളെ കുറിച്ച് നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള ആലോചനകൾ ദൈവപ്രവാചകന്മാരിലൂടെ അവനൊക്കെ നമ്മളെ അറിയിക്കുവാൻ എങ്ങനെയായി തീരുമാനങ്ങളെ ഭക്തനായി ഇരിക്കുവാനായി ചൊല്ലുമ്പോൾ അപ്പൊ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ പദ്ധതികളും അത് കാണിച്ചു തരുവാനായി ഇന്ന വഴിയിലൂടെ നടക്കണമെന്ന് പരിശുദ്ധം വ്യക്തമാനോട് സംസാരിക്കുവാനായും അതാത് സമയങ്ങളിൽ ഏത് തീരുമാനം എടുക്കേണ്ട വിഷയങ്ങളുടെ നടുവിൽ അവൻ തീരുമാനം എടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധം വ്യക്തമാനോട് സംസാരിക്കുക. ഈ തീരുമാനം ഇങ്ങനെ എടുക്കും മകനെ എന്ന് പറയുന്ന ആ ദൈവിക ശബ്ദം കേൾക്കുവാനായിട്ട് എങ്ങനെയുള്ളവരോടാ പറയുന്നത്? ദൈവത്തിന്റെ ഭക്തരായിരിക്കുന്നവരോട്, ദൈവവചനം കേൾക്കുന്നവരോടാ ദൈവത്തിന് ആത്മാവ് സംസാരിക്കാനായിട്ട്. അവൻ ദൈവം ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് പറയുമ്പോൾ അവൻ അത് കേൾക്കാതെ മാറി സഞ്ചരിച്ച് പോകുവാനാകുമ്പോൾ ഒരിക്കലും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തില്ല. ഇതിനകത്ത് കേട്ടതുപോലെ ആടുകളിന്റെ ശബ്ദം കേൾക്കുന്നു ദൈവത്തിന് വചനം പറയുമ്പോൾ നാം ദൈവത്തിന്റെ മകളായി ഇരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാനാകുമ്പോൾ ദൈവിക ശബ്ദം നമുക്ക് കേൾക്കുവാനായി. കർത്താവിന്റെ ശബ്ദം കേൾക്കണമോ? ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട്, ദൈവത്തിന് കരങ്ങളിലേക്ക് ലഭിച്ചു കൊടുക്കുവാനായിട്ട് കർത്താവ് നമുക്കൊരു വാഴ്ചയുണ്ടാകണം, ഒരു ആഗ്രഹമുണ്ടാകണം, പരിശുദ്ധാത്മാവ് സംസാരിപ്പാനാണ്. അതാ ദൈവമേ ആത്മീയ കൃപാപരമുള്ളവർ എഴുന്നേൽക്കണമെന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവസഭയിൽ ശൂന്യത ഉണ്ടാകുവാനാകരുത്. ദൈവസഭയിൽ പ്രവാചകന്മാർ വേണം. എന്തിനു വേണ്ടിയാ? അവൻ കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് ആദായമാക്കുവാൻ, കർത്താവിലേക്ക് നയിക്കുവാൻ ഒരു പ്രവാചകന്മാരെ തമ്മിൽ എഴുന്നേൽപ്പിക്കുവാനാണ്. അവൻ കാലഘട്ടങ്ങളുടെ നടുവിൽ ദിവസം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കുക. ദൈവത്തെ ആക്കണം. പാവത്തിന് മണ്ഡലങ്ങളിൽ നിൽക്കുന്നുണ്ടോ? ദൈവസ്ഥ വിട്ടുപോകുന്നുണ്ടോ? ആ പ്രവാചകങ്ങളോട് ദൈവത്തെ ദൂതുകൾ കേട്ട് ആലോചന കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനാണ്. അങ്ങനെയുള്ള പ്രവാചകന്മാർ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുവാനാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവസ്ഥ മുട്ടുമടക്കുവാനാണ്. അങ്ങനെയുള്ള പ്രവാചകന്മാർ എഴുന്നേൽക്കുവാനാണ്. ഇന്ന് ദിവസങ്ങൾ ഈ ശൂന്യതകൾ കർത്താവ് മാറുവാനാണ്. നമ്മുടെ ദൈവസഭകളിലെ അന്തരങ്ങളിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ്. എന്തിനു വേണ്ടിയാ? കർത്താവ് കൃപാവരമുള്ളവർ എഴുന്നേൽക്കുവാനാകണം. കർത്താവ് കൃപാവരങ്ങൾ എഴുന്നേൽക്കണം. ദിവസങ്ങളിൽ അസംഗതകാരന്റെ വെളിപ്പാടുകൾ ദർശനം നമ്മളെ കൊടുത്തതുപോലെ കർത്താവ് ദിവസം അത് എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനകൾ നമ്മളെ കൈമാറുവാനാണ്. ഇന്ന് പലക്കാലം കർത്താവ് നമ്മളോട് കൈമാറുവാൻ ദൈവത്തിന്റെ പാദത്തിൽ മുട്ടമടക്കി പ്രാർത്ഥിക്കുവാനാൽ ദൈവം നമ്മളോടുള്ള ആലോചനകൾ നമ്മളെ കൈമാറുവാനാണ്. നമ്മുടെ തലമുറയെ കുറിച്ചുള്ളതായ ആലോചനകൾ, നമ്മുടെ ഭവനത്തെ കുറിച്ചുള്ള ആലോചനകൾ, നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ആലോചന കൈമാറുവാനാണ്. നീ എങ്ങനെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, എങ്ങനെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കണമെന്ന് ആര് പറഞ്ഞു തരുവാനായിട്ട്? കർത്താവ് പറഞ്ഞു തരുവാനായിട്ട്. എല്ലാത്തിനും അവൻ ഒറ്റ ബേസാണ്. ദൈവത്തോട് ചേർന്ന് നടന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കർത്താവിനോട് ചേർന്ന് നടന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അശുദ്ധിയെല്ലാം ജീവിതത്തിൽ നീങ്ങി മാറിയിട്ട് കർത്താവെ എന്നെ ഒന്നുകൂടെ ശക്തീകരിക്കണം, എന്നോട് ശുദ്ധീകരിച്ച കർത്താവെ ദൈവത്തോട് ചേർന്ന് നിലപ്പാൻ ഒരു കൃപ നമ്മൾ നൽകണം. ദിവസം പ്രാർത്ഥനയിൽ ഏറിയ കൃപകൾ നമ്മൾ നിറയ്ക്കുവാനാണ്. അനേകം ദൈവകൃപ വിട്ടുപോകുവാനാണ്. കഴിയുമെങ്കിൽ വ്രതന്മാരെ തെറ്റിക്കുവാൻ വേണ്ടി ശത്രു പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ദിവസങ്ങൾ ദൈവകൃപയെ നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ദൈവത്തിന് കരുണയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ദൈവത്തിന് ദയ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ ദയ നമ്മളിൽ ഇറങ്ങുവാനാകട്ടെ. ആ ഗൃഹത്തോട് ആ ദാവീദിനെ ഓർക്കുവാനോ അവൻ്റെ ഗൃഹത്തെ ഓർക്കുവാനോ ഒന്നും അവൻ ദാവീദ് യോഗ്യനല്ല. അദ്ദേഹം പറഞ്ഞത് എത്ര ഉന്നത പദവിയിലേക്ക് എത്തിയാലും ദാവീദിലൂടെ കാണുവാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ താഴ്മയുള്ള ഹൃദയം അവിടെ കാണുവാൻ കഴിയും. എത്ര അവൻ രാജ്യ പദവിയിലിരുന്നാലും ശരി, അവൻ നീകൾ എത്ര കണ്ട് അവൻ പറഞ്ഞാലും ദുഷിച്ചാലും പറയും ഞാൻ ദൈവത്തിന് മുമ്പാകെ നൃത്തമാടുക തന്നെ ചെയ്യാം. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാണ് എനിക്കെല്ലാം നൽകുന്നത്.
പൊസിഷനും സാഹചര്യങ്ങളും ഒക്കെ തരുവാനിടയാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ദൈവത്തെ മറന്നു പോകുവാനിടയാകരുത്. കൊണ്ടുവന്ന വഴിയിൽ മറന്നു പോകാതെ ദൈവം കർത്താവെ ഒന്ന് ഓർമ്മിപ്പിപ്പാനൊക്കെ ഒരു കൃപ അവ എപ്പോഴും നമുക്ക് നമ്മൾ നൽകണം. നടത്തിയത് നിർത്തിയത് അവ പ്രതികൂല സാഹചര്യങ്ങളോട് നടന്നപ്പോൾ വീണുപോയി എന്ന് വിചാരിച്ച മണ്ഡലങ്ങളിൽ, താണുപോയി എന്ന് വിചാരിച്ച മണ്ഡലങ്ങളിൽ, ആരും നോക്കുവാനില്ലാത്ത സ്ഥലത്ത് ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിച്ചത് ദാവീദ. ആ ദാവീദിന് പറയുവാൻ കഴിയും, പ്രാഗൽഭ്യത്തോട് പറയുവാൻ കഴിയും, എന്നെ ആ രാജസ്ഥാനത്തിലേക്ക് കൊണ്ടിരുത്തിയത് അവ എൻ്റെ ഹൃദയത്തെക്കുറിച്ച് എനിക്ക് തലമുറകളെ തന്ന് അവ എനിക്ക് അവയെ അത്ഭുതമായ വലിയ പ്രവൃത്തികൾ കാണിച്ചത് അവൻ ദൈവമാ. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും പറയുവാനും കഴിയും, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തിയത് ദൈവത്തിന്റെ വലിയ കരുണയാ, ദൈവത്തിന് വലിയ മഹാദയാ. ദൈവമേ, ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അല്പകാലത്തേക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും, ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും കർത്താവിന്റെ സ്ഥലത്ത് പറയണം, ഈ കഷ്ടത എനിക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് എന്റെ നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ചില കഷ്ടതയിലൂടെ കടത്തി പോകുന്നത്, ചില പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതിന് കാരണം എന്താ? ദിവസങ്ങൾ പരിശുദ്ധാമ ഒന്നുകൂടെ അവ തീയിലൂടെ ശോധന ചെയ്ത് അവ എല്ലി ഊരി കഴിക്കുന്നത് പോലെ പലരും എന്ത് ചെയ്യാം, ഊരി കഴിക്കുവാനായിട്ട് അവ പൊന്നു അവ ഒരുക്കുക, അവ അതിന്റെ കീടങ്ങൾ മുഴുവൻ പുറത്താക്കുന്നത് പോലെ ചില ശോധനകൾ വരുവാനാകുമ്പോൾ പതരന് തളർന്നു പോകാനാകരുത്. അവ മുടിച്ചു കളയുവാനോ തകർത്തു കളയുവാനോ അല്ല, അതിലൂടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്, കർത്താവിന്റെ ഒരു കരമറങ്ങുവാൻ വേണ്ടിയാണ്. വേദനപ്പെടുന്നതായ സിറ്റുവേഷനുകളൊക്കെ വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽപ്പാണ് കർത്താവെ എന്നെ ഒന്നുകൂടെ ദൈവത്തോട് അടുപ്പിക്കുവാനും. പലപ്പോൾ നമുക്കത് ചിന്തിക്കുവാനായിരുന്നു. നമ്മൾ അത് ശാന്തമായി ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ നടക്കുന്ന വഴി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്താൽ പലപ്പോഴും നിത്യരാജ്യത്തിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. പലപ്പോഴും ദൈവസ്ഥാനം വിട്ട് അകന്ന് പോകാൻ അറിയാകുമ്പോൾ കർത്താവ് ചിലത് ദൈവം കർത്താവ് വെളിപ്പാട് പറഞ്ഞത്, ഞാൻ സ്നേഹിക്കുന്നവരെത്തിയാ ഞാൻ അടിക്കുക തന്നെ ചെയ്യുമെന്ന കർത്താവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ദൈവം സ്നേഹിക്കുമ്പോൾ പലപ്പോഴും ചില അടികളൊക്കെ തമ്മിൽ നൽകും. അത് നമുക്ക് താങ്ങാവുന്ന അടികൾ നമ്മൾ നൽകത്തുള്ളൂ. അതെന്തിനു വേണ്ടി തരുന്ന അറിയാവും, നമ്മളെ ഒന്നുകൂടെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. ആ ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കരുതൽ എന്താ? നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ, ദൈവം കരുതുന്നത് കൊണ്ടാ. അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്താൽ ചെയ്യാം ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുവാൻ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തെ ഞാൻ ആരാധിച്ചുകൊണ്ട്, ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുന്നതൊക്കെ നാമമാത്രമായ ഒരു ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടൊക്കെ പോകും. പക്ഷേ ഹൃദയം എപ്പോഴും ദൂരത്തായിരിക്കും. നീ ആരാധിക്കാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും മനസ്സെപ്പോഴും ഇവിടെ അയക്കുന്നില്ല. പലപ്പോഴും പല ചിന്തകളിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവപാദത്തിലിരിക്കുവാനാകുമ്പോൾ കടന്ന് ദൈവസ്ഥലിൽ ഇരിക്കുവാനാകുമ്പോൾ പേഴ്സണൽ പ്രയറിൽ അവരല്ലാതെ ദൈവസ്ഥലിൽ ഇരിക്കുവാനാകുമ്പോൾ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ ഇടയാകണം. എൻ്റെ ചിന്തകളെല്ലാം അത് ലോകത്തോട് നിൽക്കുക, എനിക്ക് ഇന്നും ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവർ അദ്ദേഹം പറയുന്നത് ആദരം കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് ദൂരത്ത് നിൽക്കുന്ന ഒരു ജാതി എന്ന ദൈവത്തിന് ഞാൻ പറയുമ്പോൾ ഇന്ന് പറയുക നമ്മൾ എങ്ങനെ ആയിരിക്കുന്നത്? ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മക്കളായിട്ടാണ് നമ്മൾ തീർന്നിരിക്കുന്നത്. ഹൃദയത്തോട് ഹൃദയത്തിലെ ചിന്തകളും ആ ഏകാഗ്രത ഹൃദയം നമുക്ക് തമ്മിൽ നൽകുമോ? ഹൃദയം ഉണ്ടോ? നമുക്ക് പാടി ആരാധിച്ച് വചനം കേട്ടാൽ പോകുന്ന അനുഭവമല്ല. ദിവസങ്ങൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് കർത്താവെ ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്കുവാനാകുമ്പോൾ അതിന് 5 മിനിറ്റ് 10 മിനിറ്റ് അരികെയായിരിക്കുന്നു. പക്ഷെ ആ 10 മിനിറ്റിൽ ഏകാഗ്രത ഹൃദയത്തോട് ദൈവത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് ഒരു പക്ഷേ വിശ്വസന മണ്ഡലങ്ങളായിരിക്കാം, ആ സമയത്ത് തലമുറകളുടെ ഭാവിയെക്കുറിച്ചായിരിക്കാം, ആ സമയത്ത് നാളെ ജോലി മേഖലയിൽ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകളായിരിക്കാം, നാളെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നാവ് കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളാണെങ്കിൽ ചിന്തിക്കണം, കർത്താവ് ദൈവത്തിൽ ഇരിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവ് ദൈവം അങ്ങനെ ഹൃദയമല്ല എനിക്ക് വേണ്ടത്. അത് ദൈവം ഞാൻ എൻ്റെ നാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം എൻ്റെ ഹൃദയത്തെ നോക്കുന്നത്, പുറമേ എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളെ അല്ല കർത്താവ് നോക്കുന്നത്. ദൈവം ഹൃദയത്തെ നോക്കുക. ഹൃദയം കൊണ്ട് അവനെ എങ്ങനെയാണ് ആരാധിക്കുന്നത്, ഹൃദയം കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് പറഞ്ഞ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ ദൈവത്തിന്റെ പാതയിൽ ഇരിക്കാമെന്ന ദൈവത്തിന് ഞാൻ പറയുന്നു. ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്, പുറമേ ഉള്ളത് മനുഷ്യൻ നോക്കുന്നു. പക്ഷേ എന്നാൽ ഇന്ന് പലക്കാലം ദൈവത്തിന്റെ പാതകളിൽ ഇരിക്കുമ്പോൾ കർത്താവെ അവയെ അന്ന് ആഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു കൃപ നൽകണം. കർത്താവെ ഒരു ആത്മീയനായ കർത്താവ് ഒരു നാമധേയമായിട്ടൊരു ആരാധന വേണ്ട ജീവിതത്തിൽ. കർത്താവെ അങ്ങനെ ഞാൻ ഒരു പ്രസൻസിൽ ഞാൻ ആരാധിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അല്ലെങ്കിൽ ഞാനത് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും അനർത്ഥം വരുമെന്ന് അതൊക്കെ ഒരു ഭയപ്പെട്ടിട്ടല്ല പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ ദൈവത്തെ എന്നെ ജീവൻ നൽകി എന്നെ
വിടുവിച്ച് രക്തം നൽകി അവൻ എന്റെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിനെ അവൻ എനിക്ക് സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും അനുകൂലമായിരുന്നാലും സന്തോഷമായിരുന്നാലും ദുഃഖമായിരുന്നാലും അവൻ എനിക്ക് ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം. പൗലോസിന്റെ ചിന്ത പോലെ, പൗലോസിന്റെ ആഗ്രഹം പോലെ കാരാഗൃഹത്തിലായിരുന്നാലും ശരി, ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മുട്ടുമടക്കം എനിക്ക് ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. എന്റെ പ്രത്യാശ എവിടെയാ? ഉയരത്തിലാ. എന്റെ പ്രത്യാശ എവിടെയാ? നിത്യരാജ്യത്തിൽ ആ കർത്താവ് വേഗം വരുമെന്നുള്ള പ്രത്യാശയാണ്. ഒരു പ്രത്യാശ നമുക്കുണ്ടാകും. ആ പ്രത്യാശയോടെ ദിവസങ്ങളിൽ ഇരിക്കുവാനാണ്. അങ്ങനെ ഏകാഗ്ര ഹൃദയത്തോടെ ദാവീദ് പറയുന്നത്, ഏകാഗ്ര ഹൃദയത്തോടെ, ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് നടത്തി വന്ന ഒരു പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവം പ്രാർത്ഥിക്കുവാൻ ചിന്തകളെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തകളെ മാറ്റി നിർത്തുന്നെങ്കിൽ കർത്താവിന്റെ സ്ഥലത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് വേണ്ടി കർത്താവ് ഏകാഗ്ര ഹൃദയം നമ്മൾ നൽകണം. ദൈവം കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ നിൽക്കണം. ദൈവ കൃപ നൽകണം. ദൈവത്തോട് ചോദിക്കണം, കർത്താവെ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ പറയുവാൻ കർത്താവെ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ശിഷ്യന്മാർ പറയും, അവർക്ക് പ്രാർത്ഥന അറിയാഞ്ഞിട്ടല്ല, അവർക്ക് പ്രാർത്ഥന അറിയാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ ശൈലിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്നത് അളവിലേക്ക് നിർത്തുവാൻ ദൈവം ഒരു കൃപ തമ്മിൽ നൽകണം. നമ്മളെ ദൈവം പഠിപ്പിക്കും. ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് തമ്മിൽ പഠിപ്പിക്കും. നാം പഠിച്ചു വെച്ചതോ നമ്മൾ കേട്ടതോ ആയ അറിവല്ല, ഒരു പുതിയ അറിവിലേക്ക് തമ്മിൽ നടത്തുവാനായിരുന്നു, പുതിയൊരു അഭിഷേകത്തിലേക്ക് തമ്മിൽ നടത്തുവാനായിരുന്നു. പക്ഷെ എൻ്റെ ആഗ്രഹമുണ്ടാകും. ദൈവത്തിൽ ഇരിക്കണം, ദൈവത്തോട് ചോദിക്കണം, കർത്താവെ എന്നെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. ഞാൻ ദൈവത്തോട് പലപ്പോഴും നമ്മൾ ചോദിക്കാൻ കഴിയാണ്. നമ്മൾ റിപ്പീറ്റ് ആയ ഒരു പറഞ്ഞതുപോലെ ഇടയ്ക്ക് വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ദൈവസ്ഥലേക്ക് ഒന്ന് ഇരുന്നിട്ട് നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യണം. കർത്താവ് ഞാൻ നടക്കുന്ന വഴികളും നടക്കുന്ന യാത്രകളും എൻ്റെ പ്രാർത്ഥനകളും രീതികളും ഞാൻ എൻ്റെ ആരാധനകളും ഒക്കെ കർത്താവെ അങ്ങക്ക് പ്രസാദമുള്ളതാണോ? കർത്താവെ അങ്ങ് എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ ആരാധിച്ചാൽ മതിയോ? കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ? അങ്ങയുടെ ഹിതപ്രകാരമാണോ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത് എന്നൊക്കെ ഒന്ന് ശോധന ചെയ്യുവാനുണ്ട്. അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയാലേ അറിയത്തുള്ളൂ ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അങ്ങ് ഓടിപ്പോവുക, ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കുന്നില്ല, ഒരു സ്പെയർ പാർട്സ് മാറ്റുന്നില്ല, അങ്ങനെ അങ്ങ് പോയാൽ ആ വണ്ടി എവിടെയെങ്കിലും നിൽക്കുക അറിയുന്നത്, എവിടെയെങ്കിലും ഡാമേജ് ആയിട്ട് നിൽക്കുക അറിയത്തില്ല. ഇതുപോലെയാണ് ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ഓടിപ്പോകാൻ അറിയത്തില്ല. നമ്മൾ ഓടുന്നു, യാത്ര പോകുന്നു, പക്ഷേ എന്നാൽ സ്റ്റോപ്പ് ആവാതിരിക്കണമെങ്കിൽ അപരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടേ. പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുവാനായിട്ട് കഥാവ് ഞാൻ മുറിക്കുന്നതിനും മുറിവ് കെട്ടുന്നവനുമാണ്. ദിവസം ദൈവത്തിന് ആത്മാവ് നമ്മളോട് ഒന്ന് വ്യക്തമായി പറയുന്നതിനോട് ദൈവം പണിയുവാൻ കർത്താവിൻ്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്. അതിന് ദൈവത്തിൻ്റെ സമീപിക്കുവാനാണ്. ആ ദാവീദിന്റെ ഹൃദയത്തിലെ ചിന്തകൾ പോലെ ദാവീദിനെ പറഞ്ഞതുപോലെ കർത്താവെ ഇത്തോടെ കൊണ്ടുവരുവാൻ എന്തുള്ളൂ എന്ന ആ ദാസൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ മേഖലകളിലും ഓരോ ദിനങ്ങളും നമുക്ക് പറയുവാൻ കഴിയണം. കർത്താവെ ഇത്തോടെ കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമില്ല എന്ന് പറയുന്ന എത്തുവാനാണ്. അത് എത്ര സമ്പത്തായിരുന്നു, എത്ര ഉന്നത പദവിയിലേക്ക് എത്തിയാലും, എത്ര സിറ്റുവേഷനുകളിലേക്ക് നമ്മൾ നടത്തിയാലും കർത്താവിൻ്റെ കാര്യത്തിൽ പറയാൻ കഴിയണം. ദൈവമേ അന്ന് തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തുവാനാണ്. അത് ആദരം കൊണ്ട് പറയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദരം കൊണ്ട് പറയാം, മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് പറയുവാൻ കഴിഞ്ഞാൽ കർത്താവ് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഇതെല്ലാം തന്ന ദൈവമാണ്. പക്ഷേ നിങ്ങളുടെ ഭാവമുണ്ടെങ്കിൽ പ്രതികരണത്ത് എൻ്റെ കരമാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ ബലമാണ് പറയുവാനിടയാണ്. നമ്മൾ ആവോട് പറയുവാനിടയാകുന്നത് എൻ്റേതെന്ന് പറയുന്നു തന്നു കാണിക്കുവാനിടയാകുന്നത്. എൻ്റേതെന്ന് പറഞ്ഞ് എൻ്റെ സമ്പത്താണ്, എൻ്റെ ഞാൻ ഉണ്ടാക്കിയതാ എന്ന് പറയുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വീഴാതിരിക്കുവാൻ എപ്പോഴും സൂക്ഷിക്കുവാനിടയാണ്. അതിനൊരു വ്യക്തി പറയുന്നത് ഒരു ചോദ്യനായ ഒരു മനുഷ്യൻ പറയുന്നു, കൊയ്ത്ത് വളരെ അധികമായപ്പോൾ ഞാൻ പറയുകയും പാടികശാല ഉണ്ടാക്കി ഞാൻ ഒന്നുകൂടെ കൂട്ടി വെച്ചിട്ട് ഞാൻ തിന്നുകയും ഉറങ്ങുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ അത് പറയുന്നത് കൂടാ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ നീ എവിടേക്ക് പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത് ഒന്നേ ഉള്ളൂ, കർത്താവ് നമ്മുടെ കരകളിലേക്ക് എല്ലാം തരുവാനാകുന്നത്. അങ്ങനെ താഴ്മയുള്ള ഹൃദയത്തോടെ ദിവസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പറയുവാൻ കഴിയുന്ന കർത്താവെ അങ്ങ് തന്നതാണെന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തെ പോലും ഉണ്ടാകണം. രൂപാന്തരപ്പെടുത്തുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ നമ്മൾ ഇടപെടുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവ് നമ്മളൊന്നത് രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? അവയെ ആത്മീയമായി അവർ
ഉണർവിലേക്ക് അവരെ നടത്തുവാൻ വേണ്ടിയാ അവർ കഥാവ് കേവലമായ ഈ ഭൗതികമായ നന്മകൾ അവർ തലയെല്ലാം വാലാക്കുന്നതിനായ പ്രസംഗം കേട്ട് അവർ തല മന്ദിച്ചു നിൽക്കുന്നതല്ല. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നന്മകൾ കർത്താവ് തരാൻ പറഞ്ഞിട്ട് തമ്പരം നൽകും. അത് മുമ്പേ അവന് രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെ നൽകാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വൃക്ഷമായി ഇത് തമ്പരം നൽകും. നമ്മൾ ചെയ്യേണ്ടത് എന്താ? കർത്താവിന്റെ വചനം അനുസരിച്ച് നടക്കുക. ദൈവവചനം എന്ത് പറയുന്നു അതിനെ അനുസരിക്കുക. ബാക്കി പുറകെ തമ്പരാൻ തരാനുള്ളതെല്ലാം തമ്പരാൻ നൽകുവാൻ കഴിച്ചില്ല. കർത്താവിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കുക. അതുപോലെ തന്നെ അന്ന വാക്യം വായിക്കാൻ പതിവ് അതിന്റെ 12-13 വാക്യം പറഞ്ഞ യഹോവയെ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കാതെ. വരക്കാലം ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്ന മകനെ വഴി ഇതാകുന്നു എന്ന് പറയുന്ന ആ ദൈവിക ശബ്ദം കേൾക്കുവാൻ ദൈവത്തെ അവൻ ദൈവം അനേകം വഴികളിൽ നമുക്ക് കാണുവാൻ കഴിയും. കഥാലോചന പറയുന്നു, ഇടുക്ക് വാതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. അവൻ വിശാലതയിലേക്ക് നടക്കുന്നത് അനേകരം എന്ന് ദൈവത്തെ പറയുന്നു. അത് മരണകരമായ വഴിയാണ്. വിശാലതയിലേക്ക് നടക്കുമ്പോൾ ഒരു തട്ടലുമില്ല, മുട്ടലുമില്ല, ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്യുക? നമ്മുടെ ഇഷ്ടമനുസരിച്ച്, സന്തോഷം അനുസരിച്ച് നമുക്ക് എന്ത് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചാണ് നടക്കാം. പക്ഷേ ഈ വഴിയോടെ നടക്കുമ്പോൾ അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവിടെ ചില നിയമങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിരുന്നു. ആ ഇടുങ്ങിയ വഴിയിലൂടെ നടങ്ങിയാൽ മാത്രമേ നിത്യയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയാം. ഇടുങ്ങിയ വഴിയിലൂടെ നടക്കണം. അത് ദൈവത്തിന് വചനം. നമ്മൾ പ്രത്യക്ഷത്തിൽ ചില ഇടുങ്ങിയ വഴി അവർ കാണുന്ന പോലെയല്ല. ചില വഴി ഒരു ഡീവിയേഷൻ അങ്ങോട്ട് വരുവാണ്. അത് നമ്മൾ ആ ഗൂഗിൾ മാപ്പ് വെച്ച് പോകാതെ ആകുമ്പോൾ കറക്റ്റായിട്ട് റൂട്ട് മാപ്പ് പറഞ്ഞ് ഇന്നടത്ത് തിരിയണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് നടത്തുന്നത് പോലെ പരിശുദ്ധമതിയ നമ്മളെ കറക്റ്റായിട്ട് പറഞ്ഞ് ഇന്ന വഴിയോട് നടക്കുക, ഇന്ന രീതിയിൽ നടക്കുക, ഇന്നത് ചെയ്യരുത് എന്ന് പറയുവാണ്. അതനുസരിച്ച് അതിന് വിരുദ്ധമായിട്ട് നമ്മൾ യാത്ര ചെയ്താൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയത്തില്ല. ദിവസം ദൈവിക വാക്കുകൾക്കനുസരിച്ച് കർത്താവിനെ ഇഷ്ടമനുസരിച്ച് ഈ യാത്ര ചെയ്യുവാൻ യഹോവയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ എൻ്റെ സത്യത്തിൽ നടക്കുവാൻ ഇതുവരെക്കാൾ കർത്താവെ അങ്ങ് വഴി കാണിച്ചു തന്നാൽ എനിക്ക് നടക്കുവാൻ ഒരു കൃപ തന്നാൽ അങ്ങ് വഴി കാണിച്ചു തരുമ്പോൾ കർത്താവെ അതിന് മറുതലിച്ച് നിൽക്കുവാനുള്ള വഴിയിലൂടെ നടക്കുവാൻ ഒരു കൃപ പറയുവാൻ യർമ്യാവ് 24:7. Jeremiah chapter 24 verse 7. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുത്തു. അവർ എനിക്ക് ജനമായി, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർ പൂർണ്ണഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. ഇപ്പൊ ദൈവത്തിന്റെ സ്ഥലത്തേക്ക് നമ്മൾ ദൈവത്തോട് അടുത്തുകൊണ്ട് പറഞ്ഞാൽ മതി, കർത്താവ് എനിക്കൊരു ഹൃദയം നൽകണമെന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ചെല്ലുവാൻ അവിടെ പറഞ്ഞത് ഞാൻ യഹോവ എന്ന് എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പം ആ ലുദിയുടെ ഹൃദയം ആരാ തുറന്നു കൊടുത്തത്? അപ്പോസ്തലനായ പൗലോസ് അമ്മ കർത്താവ് ആ ആലോചന പറയുവാനുണ്ടാകുമ്പോൾ അവരെ യുവദാസന്മാർ ഓരോ ഇടങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ ഓരോരുത്തരുടെ ഹൃദയം ആരാ തുറന്നു കൊടുക്കാനുണ്ടായത്? കർത്താവ് തുറന്നു കൊടുത്തു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തെ തുറക്കേണ്ടത് ആരാ? കർത്താവ് തുറക്കണം. അപ്പോൾ അവിടെ പറയുന്നത് എന്നെ അറിയുവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുത്തു. അവരെനിക്ക് ജനമായി, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവരെന്നെ അവർ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിയും. ദൈവം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് തിരിയുമെന്ന കർത്താവിൻ്റെ പ്രത്യാശ, കർത്താവിൻ്റെ ആഗ്രഹം പൂർണ്ണ ദൈവത്തെ അറിയത്തക്കതായ ഒരു ഹൃദയം നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, നമ്മുടെ ക്രിയകളല്ല, ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കൊരു അവസരം നമ്മൾ അനുഭവിക്കുക. ദൈവത്തിൻ്റെ മഹാദേയാൽ കരുണയാൽ എന്ത് ചെയ്യാം നമുക്കൊരു അവസരം ആര് നൽകുന്നു? തമ്പുരാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ എന്തിനാണ് ദൈവത്തെ അറിയുവാൻ ദൈവത്തെ വന്നു. അപ്പോൾ പിന്നെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നില്ല പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുമെന്ന്, ദൈവത്തിലേക്ക് തിരിയുമെന്ന് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ വചനം പറയുന്ന നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന്. ദൈവം അവനെ പകുതി സ്നേഹിക്കണമെന്നോ പകുതി ശക്തിയോടോ പകുതി ഹൃദയത്തോടോ ഒന്നും കരണമെന്നല്ല പറഞ്ഞത്. ദൈവം ആഗ്രഹിക്കുന്നു 100%. പലപ്പോഴും നമ്മൾ അതിനകത്ത് വെള്ളം ചേർക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം കടന്നുവരാൻ. ഇതുപോലെ വെള്ളം ചേർക്കാതെ പൂർണ്ണമായി 100% ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ദൈവം ഇന്നും കഴിഞ്ഞിട്ടില്ല കർത്താവെ. അപ്പോൾ കർത്താവെ ഒരു 90% ആയിരിക്കും, അല്ലെങ്കിൽ 80% ആയിരിക്കും കർത്താവെ. അപ്പോൾ ഇനി ഒന്നുകൂടെ കർത്താവ് കൃപകളാണ്, ദൈവം ഒന്നുകൂടെ കൃപകളാണ്. ആ 100%ലേക്ക് ദൈവം ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുവാൻ ദൈവം ഒരു കൃപകളാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ആ അളവിലേക്ക് എത്തുവാൻ ദൈവം ഒരു കൃപകളാണ്.
പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അവൻ എന്നിലേക്ക് തിരിയുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പൂർണ്ണ ഹൃദയം എനിക്ക് തന്നെ ആമേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അവൻ വേറൊന്നിലേക്കും ആശ്രയം വെക്കാതെ, ലോകത്തിലേക്ക് ആശ്രയം വെക്കാതെ, ഏത് വിഷയമായിരുന്നാലും, ഏത് ചെറുതായിട്ടോ വലുതായിക്കോട്ടെ, അവൻ നിങ്ങൾ എന്ത് ചെയ്യുക, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യനെ ആശ്രയിക്കുന്നത്, പ്രമുഖന്മാർ ആശ്രയിക്കുന്നു പറയുമ്പോൾ നമുക്ക് എന്താവശ്യമായിരുന്നാലും, ഏത് വിഷയമായിരുന്നാലും, അത് ചെറുതായാലും വലുതായാലും ആരിലേക്ക് അടുത്തു വരണം? ദൈവത്തിലേക്ക് അടുത്തു വരണം. നമുക്ക് കഴിവുണ്ടായിരിക്കാം, നമുക്ക് അത് ചെയ്ത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സമ്പത്തായിരിക്കും, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നമുക്ക് പവർ ഉണ്ടായിരിക്കാം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും ആദ്യം എന്ത് ചെയ്യാം, ദൈവത്തിലേക്ക് നടത്തുക. ഒരു കൃപ ദൈവത്തിന് സമീപിക്കാത്ത കർത്താവേ, ദൈവം ഇന്ന് കർത്താവ് തന്നതായ സമ്പത്തുണ്ട്, പക്ഷേ ഈ കാര്യം ചെയ്യുവാൻ അന്ന് കൃപ നൽകണം. കർത്താവ് തന്നതായ അധികാരമുണ്ട്, പക്ഷേ അത് ചെയ്യുവാൻ ദൈവം കൃപ നൽകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദാവീദിന് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും, അതിന് പല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ കഴിയും, പക്ഷേ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുവാൻ ഒരു കൃപ ദിവസം പരിശുദ്ധമാണ് നമുക്ക് അന്ന് ചേർന്നതാണ് ആക്കി വെക്കുമ്പോൾ കർത്താവ് ദിവസം ദൈവത്തെ മറന്നു പോകാതെ കർത്താവിനെ സ്ഥലം കടത്തുകൊണ്ട് ദൈവമേ അന്ന് തന്നതായില്ല കർത്താവ് ഇതുകൊണ്ട് ചെയ്യുവാൻ ഒരു കൃപ തമ്മിലെ പകരുവാനാണ്, ഇതുകൊണ്ട് ചെയ്തെടുക്കുവാൻ ഒരു കൃപാഭിഷേകം വരുന്നതാണ്. കർത്താവെ ബുദ്ധി നൽകുന്ന ദൈവമാ, അറിവ് നൽകുന്ന ദൈവമാ, വിദ്യാഭ്യാസം നൽകുന്ന ദൈവമാ, നമ്മുടെ സമ്പത്ത് നൽകുന്ന ദൈവമാ, തലമുറകൾ നൽകുന്ന എല്ലാം ദൈവമാ. കർത്താവ് ഇന്ന് ഒരു കാലം ചെയ്തെടുക്കുവാൻ, കർത്താവ് ഇതിനെ വിനിയോഗിക്കേണ്ടത് പോലെ വിനിയോഗിക്കുവാൻ, ഇതിനെ സംസാരിക്കേണ്ടത് പോലെ സംസാരിക്കുവാൻ കർത്താവെ ദൈവകൃപ നൽകാൻ. നാവിനെ നൽകിയതാര തമ്പരാണ്, നാവിനെ കൊണ്ട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിപ്പാൻ ദൈവകൃപ നൽകണം. എല്ലാ വിഷയങ്ങളും കൈ കൊടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു കൃപ നൽകുവാണ്. അവിടെയൊക്കെയാണ് ദൈവം എന്ത് ചെയ്യുക, അവന് ദാവീദ് ആലയം പണിതപ്പോൾ എന്ത് ചെയ്യുക, ആലയത്തിന് വേണ്ടി കൊടുത്തപ്പോഴും അല്ലെങ്കിൽ പലയിടങ്ങളിലൊക്കെ പറയുന്നത് എന്ത് ചെയ്യുക, ആ ദൈവം തന്നു, കർത്താവ് തന്നല്ലാതെ ദൈവം തന്നതല്ല, നിങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലെന്നാ അവിടെ പറയുവാൻ കഴിയാത്തത്. നമ്മളിതൊക്കെ കണ്ട് കേട്ട് അറിഞ്ഞു പോകാനല്ല, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോഴോ നമുക്ക് ഏതെങ്കിലും ചെയ്യുമ്പോഴോ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അനുഭവമല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഞാൻ കൊടുക്കുന്ന ദശാംശം കൊണ്ടാണ് ആ ദേവദാസൻ ജീവിക്കുന്നത് ചിന്ത ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഞാൻ കൊടുക്കുന്നത് കൊണ്ട് ആ സഭ ഓടിപ്പോകുന്നത് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് ആ സഭ നിൽക്കുന്നതെന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുവെന്ന ചിന്ത ഉണ്ടാകും. ആരാ തന്നത്? ദൈവമാണ്. അതൊക്കെ നമുക്ക് പലപ്പോഴും ചെയ്യാം. നമ്മുടെ ദേശങ്ങളുടെ നിലവിലൊക്കെ കാണുവാനായിട്ട് ഓരോ വിഷയമില്ലാതെ ഞാൻ ആ സഭയാണെന്ന്, ഞാൻ ആ സഭയിലേക്ക് ചേർന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഞാനാ ഇതെല്ലാം ചെയ്തെന്ന് പറയുമ്പോൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ വാക്കുകളാണ് പുറത്തു വരുന്നത് തിരിച്ചറിയാൻ കഴിയും. പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാത്തതുകൊണ്ടാണ്, യഥാർത്ഥത്തിൽ അതിനെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വാക്കുകൾ പുറത്തു വരുന്നത്. ദിവസങ്ങൾ മനസ്സിലാക്കണം. ദൈവം ആരോഗ്യം നൽകുന്നു, ദൈവം ബലം നൽകുന്നു, ദൈവം സമ്പത്ത് നൽകുന്നു, ദൈവം കൊടുക്കുവാൻ കൃപ നൽകുന്നു. നമുക്ക് ഒരുപാട് കഴിയുന്നു. കർത്താവ് തന്നല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തെ സമീപിച്ചു വാക്കിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദിവസം കർത്താവെ ക്ഷമിക്കണമെന്ന് ദൈവം ക്ഷമിക്കണമെന്ന് കർത്താവ് അങ്ങനെ കരുതില്ലാത്തത്, ആമേ ദൈവത്തിന് ഹിതമില്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് സംഭവിച്ചു പോയിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. കർത്താവ് ക്ഷമിക്കണമെന്ന് ഇതിൻ്റെ ദിവസം ആമേ നിങ്ങളെന്ത് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന് പറയുന്നത് അതും പറയുന്നു. പക്ഷെ ഇന്ന് നോക്കും, നമ്മളെ ഏതെങ്കിലും മേഖലയിൽ നമ്മൾ കൊടുത്തത് നമ്മുടെ മഹത്വത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ പേരിന് വേണ്ടി, എൻ്റെ പേര് ആ ദിവസഭയിൽ ഉയരണമെന്ന് പറഞ്ഞ രീതിയിൽ അന്നേ ദിവസം ഏതെങ്കിലും വിധത്തിൽ നമുക്കൊക്കെ ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും സമ്പത്തോ അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ ശുശ്രൂഷകളോ ചെയ്തിട്ടോ അപ്പോൾ ദൈവദാസന്മാരെ എളുപ്പം ചെയ്യുക. ബൈ ചാൻസ്, ബൈ മിസ്റ്റേക്ക് നമ്മുടെ പേര് പറയാതെ നിൽക്കട്ടെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഞാൻ ഇത്രയും ചെയ്തിട്ട് എൻ്റെ ദൈവദാസം ചെയ്യാം, എൻ്റെ പേര് പറയുന്നില്ല. അപ്പം നമുക്ക് ഹൃദയത്തിന് ഭാരമായി, ദുഃഖമായി. നമ്മൾ ചിന്തിക്കണം ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്കുകയും കർത്താവിന് വേണ്ടി ചെയ്തു എന്ന ആ വാർത്തകൾ ഓർത്ത് കർത്താവിന് വേണ്ടിയാണ് ചെയ്യുവാൻ ദിവസം നമുക്ക് നമ്മൾ ആരെ അതേ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നാം ചെയ്ത് എന്തായാലും ശരി
അത് ഈ ലോകത്തിൽ മഹത്വം എടുക്കുവാൻ കഴിയില്ല, കർത്താവ് മഹത്വപ്പെടുത്തുവാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെറുതായിട്ട്, ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച സംഗീതത്തിന് അവസാനത്തിൻ്റെ വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 13-15 വാക്യങ്ങളുണ്ട്. 13-15 വാക്യം. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, അഹങ്കാരികൾ എന്നോട് എതിർത്തിരിക്കുന്നു, പൗരന്മാരുടെ കൂട്ടം എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. 13-15 എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകും, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ തന്നെ. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലേ, നീ എൻ്റെ പ്രാണനെ അധമപാതത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാണനെ രക്ഷിച്ചത് ആരാ? ദൈവമാണ്. അവിടെ യെശയ്യാവ് 54:10. യെശയ്യാവ് 54:10. ഐശയ്യ 54:10. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുന്നില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്തു. ഇപ്പൊ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോയി, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറിയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോടുള്ള കാരണം നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാൻ? പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ഈ ലോകത്തിൽ പലതും സംഭവിക്കും, പലതും കാര്യങ്ങളെല്ലാം മാറും. അവൻ ഉറപ്പാ നിന്ന് പർവ്വതമായി എന്ത് ചെയ്യുക, പർവ്വതം ആയിട്ട് എന്ത് ചെയ്യുക, പർവ്വതമായി കുന്നായി നിൽക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, അത് കാണിക്കുന്ന ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ഉറപ്പായിട്ടുള്ള കാര്യം. പക്ഷെ അതെല്ലാം മാറിപ്പോകും. എന്നാലും പക്ഷേ ദൈവത്തിൻ്റെ ദയ മാറത്തില്ല. മനസ്സിലായി? നമുക്ക് ദയ എവിടെ നിന്ന് വരണം? കരുണ എവിടെ നിന്ന് വരണം? യഹോവയിൽ നിന്ന് വരണം. അപ്പം നമുക്ക് ഈ ലോകത്തിലെ ആരിൽ നിന്നും കരുണ ലഭിക്കുമെന്നോ ദയ ലഭിക്കുമെന്നോ ആശ്രയം വെക്കുവാണ്ടേ ഇതുവരെക്കാലം നമ്മൾ എത്ര ഉറപ്പുള്ള വ്യക്തിയെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും, എത്ര ഉറപ്പുള്ള ഗോപുരം എന്ന് വിചാരിച്ചു, എത്ര ഉറപ്പുള്ള കാര്യങ്ങളായിരുന്നാലും ശരി, എന്ത് ചെയ്യുക, അതിലൊന്നും ആശ്രയം വെക്കുവാൻ എവിടെ ആശ്രയം വെക്കുന്നത്? യഹോവയിൽ ആശ്രയം. കരുണയും ദയയും എല്ലാം വരുന്ന എവിടുന്ന? യഹോവയിൽ. നമുക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ ദിവസങ്ങളൊക്കെ കേൾക്കുവാൻ കഴിയുന്നത് ഓരോരുത്തരുടെ ഈ വെള്ളപ്പൊക്കത്തിനായ വിഷയങ്ങൾ വരുമ്പോൾ ഓരോ ഈ ദേശങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിലൊക്കെ കിടന്നുണ്ടാക്കിയത് മുഴുവൻ നശിച്ചു പോകുന്ന അനുഭവങ്ങളിലേക്ക് വരികയാണ്. എത്ര വേദന വെച്ചിട്ടുണ്ട്. അവരാശ്രയം വെച്ചത് അവർ നാളെ കാലങ്ങളിൽ എന്ത് ചെയ്യുക, ഉപജീവനമായി തീരുമെന്നും അവരെ വാർദ്ധക്യത്തിൽ അവർക്ക് ആശ്വാസമായി തീരുന്നു എന്ന് വിചാരിച്ചത് എല്ലാം എന്ത് ചെയ്യുക, ഒറ്റ വെള്ളത്തിലൂടെ ഒഴുകി പോകാനായിരുന്നു. ലക്ഷങ്ങൾ കോടികൾ നഷ്ടത്തിലേക്ക് പോകാൻ ചെയ്യാറുണ്ട്. നമുക്ക് ആശ്രയം എവിടെയുള്ളൂ? യഹോവയിലേക്ക് മാത്രമേ. അതാ പറഞ്ഞു, എത്ര ഉറപ്പുള്ളതായിരുന്നു, എത്ര സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു. മനുഷ്യരുമായി ചിന്തിച്ച് ഒരിക്കലും മാറാത്തതായിരിക്കാം. പക്ഷേ അതെല്ലാം നീങ്ങി മാറിയാലും അതാ പറയാം, യഹോവയുടെ ദയ മാറത്തില്ല, യഹോവയുടെ കരുണ മാറത്തില്ല. വാക്ക് പറഞ്ഞ കർത്താവിലേക്ക്, ആ വാക്ക് പറഞ്ഞ കർത്താവിലേക്ക് അവൻ അടുത്തു വന്നു. കർത്താവ് ഇത്രയധികം എന്നെ സ്നേഹിക്കുക, ഇത്രയധികം കർത്താവ് കരുതുക, ഇത്രയധികം എന്നെ സംരക്ഷിക്കുക. ആ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം എടുക്കാൻ കഴിയുമോ? ആ ദിവസത്തിലേക്ക് നടത്തി വരുവാൻ കഴിയുമോ? ഇതുപോലെ വാക്ക് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യന് പറയുവാൻ കഴിയുമോ? ലോകം മാറിയാലും കുന്നു മാറിയാലും പർവ്വതങ്ങൾ മാറിയാലും ഞാൻ എൻ്റെ ദൈവം നിന്നെ വിട്ട് മാറപ്പെടുന്ന ആരെങ്കിലും പറയുവാൻ കഴിയുമോ? ആർക്കും പറയുവാൻ കഴിയത്തില്ല. ഇതെല്ലാം കേട്ടിട്ട് പലപ്പോഴും നമുക്ക് ഒരു ഉറപ്പില്ല, നമുക്കൊരു ധൈര്യമില്ല. ഇന്നും അവന് വലിയ വിഷയത്തിലൂടെ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ്? കർത്താവിനെ അറിയത്തക്കതായ ഒരു ഹൃദയം തമ്മിലാണ്. ദൈവം അങ്ങയുടെ ശക്തിയെ തിരിച്ചറിയുവാൻ ഒരു കൃപ തമ്മിൽ പറയണം. അവൻ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുവാൻ ഒരു കൃപ തമ്മിൽ പറയണം. കർത്താവ് ഞങ്ങളുടെ ദൈവം അങ്ങയുടെ കരുണയും ഇറങ്ങുമെന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ അത് തിരിച്ചറിയുവാൻ ഒരു കൃപ തമ്മിൽ പറയുന്നുണ്ട്. അത് 15-ാം വാക്യം പറയുന്നത്, നീയോ കർത്താവെ കരുണയും കൃപയും നിറഞ്ഞ ദൈവം, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും കൊണ്ടുവൻ തന്നെ. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ശരി, ദൈവത്തിൻ്റെ വിശ്വസ്തത മാറാനായിട്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അവിശ്വസ്തരായിത്തീരുന്നത്. കഷ്ടത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സ്ഥലത്ത് തീരുമാനമെടുത്ത് ദൈവം ഞാൻ ഇന്നതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് അവർ ദൈവത്തിന് വേണ്ടി ഞാൻ ഇന്നത് പ്രവർത്തിച്ചു കൊള്ളാം എന്നൊക്കെ തീരുമാനമെടുക്കുവാനായിട്ടില്ല. പക്ഷേ വാക്കിന്റെ പെരുമത്തിലൊക്കെ നമ്മൾ പറയുവാനേ, കഷ്ടതയുടെ ആധിക്യ നിമിത്തമൊക്കെ പറയുവാനേ. പക്ഷേ അത് കഷ്ടത മാറി, അത് ദുഃഖം മാറി, പ്രയാസം മാറി, അത് ആ അവസ്ഥ മാറി, അത് സമ്പത്തിലേക്ക് അനുഗ്രഹത്തിലേക്കൊക്കെ നടത്തുവാണ്ടാകുമ്പോൾ അന്നെടുത്ത തീരുമാനങ്ങൾ പലതും നമുക്ക് പോലും ഓർമ്മ ഉണ്ടാകത്തില്ല. നമ്മൾ മറന്നു പോകാണ്ടായി നമ്മൾ അവിശ്വസ്തരായി തീരുമാനം. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നും നിൽക്കുന്നില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ഊവതടയാ.
അതിലൊരു മാറ്റവുമില്ല. ദിവസവും നമ്മൾ വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ എടുത്തത് തീരുമാനിക്കും. കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്ത തീരുമാനം കർത്താവിന് എഴുന്നേൽക്കാമെന്നും പ്രവർത്തിക്കാമെന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ മടക്കാമെന്നും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ദൈവം ഒരു കൃപ തമ്മിൽ പകരുവാനാണ്. പരിശുദ്ധമായി സംസാരിക്കാതെ ആകട്ടെ. എൻ്റെ അവസാനത്തെ വാക്യം വായിക്കാം. 17-ാമത്തെ വാക്യം. എന്നെ പകയ്ക്കുന്നവരെ രക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നത്. നന്മയ്ക്കായ ഒരു അടയാളം തരുന്ന തമ്പുരാൻ. അന്ന് നമുക്ക് വീണ്ടും ദൈവം ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാ 54:17 പറഞ്ഞു. യെശയ്യാ 54:17 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവരെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശം എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതി ഇതിനെ ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് വലിയൊരു സംരക്ഷണയും ദൈവത്തിന് വലിയൊരു കരുതലുമാണ്. എത്ര വിരോധമായി നിൽക്കുന്നതിനെ എല്ലാം മാറ്റുവാൻ ആരുണ്ട്? കർത്താവുണ്ട്. നമുക്ക് വിരോധമായി എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം യഹോവയുടെ കരമറന്നുകൊണ്ട് ദൈവത്തിൻ്റെ സംശയമാണ്. ഇന്ന് പലകാലം വിശ്വസിക്കണമെന്നുണ്ട്. അവൻ ദാവീദ് പറയുന്ന പോലെ ഒരു ഫക്റ്റായി ഇരുന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ദൈവത്തോടെ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് അനുഭവിച്ചെന്ന്. ഒരു ഭക്തന്റെ ജീവിതത്തിലേക്ക് ഇതെല്ലാം വരത്തുള്ളൂ. ഒരു ഭക്തരായി നമുക്ക് ഞാൻ ഒരു കമ്പനിയിൽ നിന്നെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ ബെനിഫിറ്റ് എനിക്ക് ലഭിക്കാൻ കഴിയത്തുള്ളൂ. അല്ലേ? സാലറി ആയിരുന്നത്, ഇൻക്രിമെൻ്റ് ആയിരുന്നത്, അലവൻസ് ആയിരുന്നത് എല്ലാം കിട്ടണമെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ വാതിലും കേട്ടാൽ ദൈവത്തിനനുസരിച്ച് നടക്കുന്നതിന് മാത്രം ചെയ്യുക. ദൈവത്തിൻ്റെ സംരക്ഷയും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സൂക്ഷിച്ചും ദൈവിക പദ്ധതിയിലേക്കും ആര് നടത്തത്തുള്ളൂ? തമ്പുരാൻ നടത്തുവാണ്. ഈ ലോകത്തിലെ മനുഷ്യനൊരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു നിയമമാണ് തമ്പുരാൻ വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തോടെ ചേർന്നാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നടക്കുന്നതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാണ്. കർത്താവിനെ അനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുവാനാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി സംരക്ഷണം ചെയ്യുവാൻ ദൈവം ദൂതന്മാരെ ഇറക്കുവാനാണ്. അവരെ ദൈവദൂതന്മാരെ ഒന്നോ അതിലേക്ക് ദൂതന്മാരെ ദൈവം സംരക്ഷണം നടത്തുവാനാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ചുറ്റും ദൂതന്മാർ കാണുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഇത് കർത്താവിന് വലിയൊരു സംരക്ഷണം ഇറങ്ങി നിൽക്കുന്നത്. നമ്മുടെ കഴിവോ നമ്മുടെ മെഴുക്കുമെന്നാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ നമ്മൾ തിരിച്ചു വരുമ്പോഴോ ഒക്കെ ചെയ്യുക. നമ്മൾ സന്തോഷത്തോടെ മടങ്ങി വരുന്നതും നമ്മൾ സന്തോഷത്തോടെ പോകുന്നതും ഒക്കെ ആരാ? ദൈവത്തിന് വലിയ കരുണയാണ്. ദൈവം അപകടങ്ങൾ ആ പ്രയാസങ്ങൾ എല്ലാം വെടിവെച്ച് നിർത്തുന്നത് ദൈവത്തിന് ആ കരുണയാണ്. അതേ ആ കരുണ ഒന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ പാദത്തിലേക്ക് നടത്തി വന്ന ദൈവമേ, കർത്താവ് ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവരുവാൻ താങ്കൾ പറഞ്ഞാൽ ഞങ്ങൾ എന്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മളിപ്പോഴും ഉണ്ടാകണം. ഞാനൊന്നുമില്ല എന്നുള്ള ചിന്ത ഇപ്പോഴും ദൈവത്തിൻ്റെ വരുമ്പോൾ ഉണ്ടാകണം. അതായത് ദാവീദ് പഠിപ്പിച്ചു വന്ന കർത്താവ് ദാവീദിന്റെ ജീവിതം പഠിച്ചു പോവുകയാണ്. ഒരു ഫാക്ടറായിരുന്നു ദൈവത്തിൻ്റെ പാതയിലിരുന്ന് കർത്താവിൻ്റെ പാതയിലിരുന്ന് ദിവസം മുട്ടുമടക്കുമ്പോൾ അറിയാമ്പോൾ എത്രയധികം സമ്പത്തായാലും അവൻ എത്രയധികം പദവിയായിരുന്നാലും അവൻ ദാവീദിൽ പറയുവാനൊന്നേ ഉള്ളൂ, ദൈവമായി എന്നെ കൊണ്ടുവന്ന് ഇവിടെ നടത്തിയത്. നമുക്ക് ഭാവത്തോടെ കൊണ്ടുപോകാൻ നടക്കുവാൻ കഴിയും. കർത്താവ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് തമ്പുരാണ്. എന്നെ വഴി നടത്തുന്നത് തമ്പുരാനാണ്. അവൻ മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് തമ്പുരാനാണ്. ആ കർത്താവ് എനിക്ക് കർത്താവ് പറഞ്ഞ അവൻ്റെ ദയ അത്രയേറെ വലുതാകുമ്പോൾ എന്നെ കുന്നുകൾ മാറും, പർവ്വതങ്ങൾ മാറും. എന്നാൽ എന്ത് ചെയ്യുക? എൻ്റെ ദയ അതിനെ വിട്ട് മാറത്തില്ലെന്ന് ദൈവത്തിന് കാരണം വിട്ട് മാറത്തില്ലെന്നാണ് ഉറപ്പ് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് നിനക്ക് വിരോധമായ ഒരു ആയുധവും ഫലിക്കത്തില്ലെന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമായ എല്ലാ മേഖലയിലും നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്നതായ എല്ലാ മേഖലകളിലും യഹോവയുടെ കരകരണമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം ശാശ്വതമായ ആ സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് നമ്മളെ നടത്തുവാനാകണം. ദൈവം അനുഗ്രഹിക്കാത്തോന്ന് അവർ ശുശ്രൂഷകളുടെ